ഏറ്റവും വലിയ വസീലയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുന്ന ഒരു വസീല. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനവറുകളുടെ സമീപത്തേക്ക് ഒരു സ്ത്രീ ഒരിക്കൽ വന്നു. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, എന്റെ ഒരു മകള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവളെ എനിക്ക് കാണാൻ വലിയ ആഗ്രഹമുണ്ട്. എനിക്കൊന്ന് അവളെ കനവിൽ കാണണം, സ്വപ്നത്തിൽ കാണണം. എന്താണ് ഞാൻ അതിന് ചെയ്യേണ്ടത്? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഫഅമറഹ അൻ തുസല്ലി 4 റക്അത്ത്, 4 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. ബഅദ സ്വലാത്തിൽ ഇശാ, ഇശാ നിസ്കാര ശേഷം തഖറഉ ഫീ കുല്ലി റക്അത്തിൻ അൽ ഫാത്തിഹ വഅൽഹാകും തകാസുർ മറ. ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഒരു ഫാത്തിഹ ഓതുക, ഫാത്തിഹയ്ക്ക് ശേഷം അൽഹാകും തകാസുർ സൂറത്ത് ഓതുക, ശേഷം ചെരിഞ്ഞു കിടക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഉറങ്ങുന്നത് വരെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ചെരിഞ്ഞു കിടക്കാനാണ് പറഞ്ഞത്. കിടത്തത്തിന്റെ ശരിയായ രീതി ഏതാണ്? വലതുഭാഗത്തിന്മേൽ ഖിബലയിലേക്ക് ചെരിഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ കിടക്കേണ്ടത്. കിടത്തത്തിന്റെ ആദാബുകൾ പറയുന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കൈ തന്റെ ഹദ്ദിന് കീഴെ, വലത്തെ കവടിന് കീഴെ വെച്ച് അങ്ങനെ ഖിബലയുടെ ഭാഗത്തേക്ക് വലത്തെ ഭാഗത്തിന്മേൽ ചെരിഞ്ഞിട്ടാണ് കിടക്കുക. ഇടത്തെ ഭാഗത്തിന്മേൽ ചെരിഞ്ഞ് കിടക്കാതിരിക്കുകയാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതു ഭാഗത്താണ് ഹൃദയം ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അപ്പൊ ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞുറങ്ങുന്ന സമയത്ത് ഹൃദയം ശാന്തമായിരിക്കും. ഉറക്കിൽ മതി മറക്കാൻ സാധ്യത, അങ്ങനെ ഉറങ്ങിപ്പോവും, നിസ്കാരമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതേ സമയത്ത് വലതു ഭാഗത്തിന്മേൽ ചെരിഞ്ഞു കിടക്കുന്ന സമയത്ത് ഹൃദയം അതിങ്ങനെ ഒരു ഇളകിക്കൊണ്ടിരിക്കും, അങ്ങനെ ചഞ്ചലമായി കൊണ്ടിരിക്കും. അപ്പൊ ഉറക്കിൽ ഒരു ഗാഢനിദ്ര ലഭിക്കൂല, മതി പറക്കൂല. അതൊക്കെ ഇമാമുകൾ വിശദീകരിച്ചതാണ്. അപ്പൊ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് പറഞ്ഞു, ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 4 റക്അത്ത് നിസ്കരിക്കണം. ഫാത്തിഹയ്ക്ക് ശേഷം അൽഹാകുമുത് തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതണം. അങ്ങനെ നിങ്ങൾ ഉറങ്ങുവോളം സ്വലാത്ത് ചൊല്ലണം. ഫഫഅലത്, ആ സ്ത്രീ ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞ പോലെ ചെയ്തു. ഫറഅത്ഹാ ഫി അഖ്ബഹിൽ അദാബ്, ആ പെണ്ണ് തന്റെ മകളെ കനവിൽ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു. എങ്ങനെയാണ് കണ്ടത്? വളരെ നീചമായ ശിക്ഷ, പ്രയാസപ്പെടുത്തുന്ന ശിക്ഷ. ആ ശിക്ഷയിൽ പ്രയാസപ്പെടുന്ന ഒരു രംഗമാണ് ഈ സ്ത്രീ കാണുന്നത്. ഉറക്കിൽ നിന്ന് ഉണർന്ന് ഹസനുൽ ബസ്രി തങ്ങളെ സമീപം ചെന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, പക്ഷെ എന്റെ മകളെ ഞാൻ കണ്ടത് വളരെ മോശം അവസ്ഥയിലാണ്. فأمرها بصدقة عنها لعل الله عز وجل يعفو عنها. ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, ആ മരണപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി അവരുടെ പേരിൽ എന്തെങ്കിലും സ്വതക്ക നിങ്ങൾ ചെയ്തേക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് അവൾക്ക് മാപ്പ് നൽകിയേക്കാം, വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തേക്കാം. മരണപ്പെട്ട ആളുകൾക്ക് ഖബറിൽ ഏറെ ഉപകാരം ചെയ്യുന്ന ഒരു സുഹൃതമാണ് സ്വതക്ക, ഭക്ഷണം നൽകുക. സാധുക്കളായ ആളുകൾക്ക് മറ്റു കാശായിട്ടും വസ്ത്രമായിട്ടും മറ്റു സ്വതക്കകളൊക്കെ നൽകുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, യാ റസൂലല്ലാഹ്, എന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടുപോയി, മരണാനന്തരം ഞാൻ അവർക്ക് വല്ല ഗുണവും ചെയ്യേണ്ടതുണ്ടോ? നബി തങ്ങളെ മറുപടി, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക, സ്വതക്ക ചെയ്യുക. വേറെയും ചില കാര്യങ്ങളൊക്കെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയാണ് മരണപ്പെട്ടതെങ്കിൽ ഉമ്മ വഴിക്ക് മാത്രം ചേർത്തപ്പെടുന്ന കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവും. ആ ബന്ധങ്ങൾ ചേർക്കുക, ആ ബന്ധങ്ങൾ ചേർക്കുക. മാതാപിതാക്കളുടെ കൂട്ടുകാരെ ബഹുമാനിക്കുക. ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ മകൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സ്വതക്ക ചെയ്തേക്കൂ, രക്ഷപ്പെട്ടേക്കാം. അതും പറഞ്ഞു. വനാമൽ ഹസനു തിൽക്കൽ ലൈല, ഹസനുൽ ബസ്രി തങ്ങൾ ആ രാത്രി കടന്നുറങ്ങി. ആ ഉറക്കിൽ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ ഒരു പെൺകുട്ടിയെ സ്വപ്നം കാണുന്നു. നല്ല സുന്ദരമായ അവസ്ഥയിൽ, വളരെ സുന്ദരമായ കാഴ്ച, നല്ല അനുഭൂതിയിലാണ്, അനുഗ്രഹത്തിലാണ്.
ആ പെണ്ണ് ചോദിച്ചു, തഅരിഫുനീ, നിങ്ങൾക്ക് എന്നെ അറിയാമോ? അനബ്നതു തിൽക്കൽ മർഅത്തില്ലതി അമർതഹാ ബിസ്സലാത്തി അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ ആരാണെന്ന് അറിയുമോ? നിങ്ങൾ അടുക്കൽ വന്നൊരു പെണ്ണ് പറഞ്ഞില്ലേ, എന്റെ മകള് മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവളെ കനവിൽ കാണാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ അവരോട് സ്വലാത്തു ചൊല്ലാൻ പറഞ്ഞു. ആ സ്ത്രീയുടെ മകളാണു ഞാൻ. ഹസൻ അൽ ബസ്രി തങ്ങൾ ആ പെണ്ണിനെ കാണുന്നത് വളരെ നല്ല ഒരു കാഴ്ചയാണ്. നല്ല വല്ലാത്തൊരു കണ്ണിന് കുളിർമയേകുന്ന രംഗം, വല്ലാത്ത അനുഭൂതിയിലാണ്. അപ്പൊ ഹസൻ അൽ ബസ്രി തങ്ങൾ ചോദിച്ചു, ഇന്ന ഉമ്മക്കി ഖദ് വസഫത് ഹാലകി ബിഗൈരി ഹാദിഹി റുഅ്യാ. നിങ്ങളെ ഉമ്മ എന്നോട് വിവരിച്ച സ്വപ്നം ഇപ്രകാരമല്ലല്ലോ, നിങ്ങളെ കണ്ടത് വളരെ മോശം അദാബിലാണെന്നാണല്ലോ. ഫഖാലത് ഹുവ കമാ ഖാലത്, ആ ഉമ്മ പറഞ്ഞതുപോലെ തന്നെയാണ്, ശരിയാണ്. ഫബിമാദാ ബലഗതി ഹാദിഹിൽ മൻസില, പിന്നെ എന്തുകൊണ്ടാണ് നിനക്ക് ഇത്രയും വലിയ സ്ഥാനം ലഭിച്ചത്? കഠോരമായ ശിക്ഷയിൽ നിന്ന് ഈ ഉയർന്ന സ്ഥാനത്തേക്ക് നീ എത്തിപ്പെടാനുള്ള നിമിത്തം എന്താണ്? ആ പെൺകുട്ടി പറഞ്ഞു, കുന്നാ 70,000 ഫിൽ ഉഖൂബ, ഞങ്ങൾ 70,000 ആളുകൾ വല്ലാത്ത ശിക്ഷയിലായിരുന്നു. മരണപ്പെട്ടുപോയ 70,000 ആളുകൾ വല്ലാതെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്വാലിഹായ മനുഷ്യൻ ഞങ്ങളെ ഖബറിന്റെ അരികിലൂടെ ഇങ്ങനെ വിട്ടുകടന്ന് പാസ് ചെയ്തു. ഒരു സ്വാലിഹായ, ഒരു നല്ല മനുഷ്യൻ, നേരത്തിന് നിസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, ഗീബത്ത് പറയാത്ത, നമീമത്ത് പറയാത്ത ഒരു സദ്വൃത്തനായ മനുഷ്യൻ ഈ പള്ളിക്കാട്ടിലൂടെ ഞങ്ങളെ ഖബറിനരികിലൂടെ ഇങ്ങനെ പോയി. അയാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേൽ ഒരു സ്വലാത്ത് ചൊല്ലി. എത്ര സ്വലാത്ത്? ഒറ്റ സ്വലാത്ത്. വജഅല തവാബഹാ ലനാ, ആ സ്വലാത്തിന്റെ പ്രതിഫലം അയാൾ ഞങ്ങൾക്ക് ഹദിയ ചെയ്തു. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് ഈ ഖബറാളികൾക്ക് നൽകണേ എന്ന് ദുആ ചെയ്തു. فقبلها الله عز وجل منه, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളിൽ നിന്ന് സ്വലാത്ത് സ്വീകരിച്ചു. വഅതഖനാ കുല്ലനാ മിൻ തിൽകൽ ഉഖൂബത്തി ബിബറകതിഹി, ആ സദ്വൃത്തനായ മനുഷ്യന്റെ ബറകത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ബറകത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ആ ശിക്ഷയിൽ നിന്നും മോചിപ്പിച്ചു. ആ അവസ്ഥയാണ് താങ്കൾ ഇപ്പോൾ കാണുന്നത്. ഇതാരോ എഴുതിയ കെട്ടുകഥയല്ല. ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് അദ്ദുറുൽ മൻസൂദ് ഫി സ്വലാത്തി വസ്സലാമി അലാ സ്വാഹിബിൽ മഖാമിൽ മഹ്മൂദ്. നിങ്ങൾക്ക് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞാൽ വല്ലാതെ ഓടൂല. നമ്മുടെ ശാഫിഈ മദ്ഹബിൽ ഒരു പ്രശ്നം വന്നാൽ അന്തിമ തീർപ്പിന് വേണ്ടി അവലംബിക്കുന്ന കിതാബാണ് തുഹ്ഫ. 10 വാള്യാണ്. ആ ഇപ്പോൾ 2 വാള്യ. ഞാൻ രാവിലെ മുതൽ ഉച്ചവരെ നോക്കുന്ന കിതാബാണ്. 10 വാള്യം. അത് എഴുതിയ ആളാണ് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ്. എന്തൊരു വിഷയം വന്നാലും തുഹ്ഫയിൽ എന്ത് പറഞ്ഞു എന്നാ നോക്കുക. മസാല വായിപ്പോ തുഹ്ഫ പറഞ്ഞാൽ മുഴുത്തത്. ഇന്ന് രാവിലെ മുതഅല്ലിമീങ്ങൾക്ക് ഞാൻ കിതാബ് ഊതി കൊടുത്തപ്പോൾ ഒരു മസാല കണ്ടു. മസാല സാധാരണ കിതാബിലുള്ളതന്നെ. ഞാൻ ദുആ ചെയ്യുമ്പോ എന്താ മസാല? ഉമർ ചെയ്യുന്ന സമയത്ത് കയ്യും കാലും ഒക്കെ കഴുകുമ്പോ ഈ വിരലിന്റെ അഗ്രഭാഗം മുതൽ ഇങ്ങോട്ടാണ് കഴുകേണ്ടത്. അതാണ് സുന്നത്ത്. ഇവിടുന്ന് ഇങ്ങോട്ടല്ല, ഇങ്ങോട്ടാണ് കഴുകേണ്ടത്. അപ്പൊ അവിടെ ഒരു വിഷയം, മറ്റൊരാൾ ഇയാൾക്ക് മേൽ വെള്ളം ചൊരിച്ചു കൊടുക്കുകയാണെങ്കിലും ഇയാൾ സ്വന്തം ഉദവ് ചെയ്യുമ്പോ അങ്ങനെ ചെയ്യണം. വേറെ ഒരാൾ ഇയാൾക്ക് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ ശാഫിഈ മദ്ഹബിലെ മറ്റൊരു പ്രസിദ്ധനായ പണ്ഡിതനാണ് പിൽക്കാലക്കാരൻ ഇമാം മുഹമ്മദ് റംലി. അദ്ദേഹം പറയുന്നു, വേറെ ഒരാൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മുതലാകുന്നത്. പക്ഷെ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു അങ്ങനല്ല, മറ്റൊരാൾ ഒഴിച്ചു കൊടുത്താലും ഇവിടെ മുതലാകുന്നത്. അപ്പോ ശാഫിഈ മദ്ഹബിൽ ഇത് രണ്ടും അവലംബയോഗ്യമായ അഭിപ്രായം. നമ്മൾ കേരളീയർ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളിൽ നിന്ന് ഫിഖ് പഠിച്ച രീതി കൊണ്ട് പറയും, തുഹ്ഫത്താ പറഞ്ഞതാ പറയാം. ആ ഇമാം അവറുകൾ അദ്ദേഹത്തിന്റെ കിതാബിൽ സ്വലാത്തിന്റെ മഹത്വം പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ സംഭവം കെട്ടുകതല്ല. സ്വലാത്തിന്റെ ബറക്കത്ത് അങ്ങനെയും
ആത്മാർത്ഥമായി ചൊല്ലി നോക്കൂ, എന്ത് വലിയ നേട്ടങ്ങളും ലഭ്യമാക്കും. തങ്ങളുമായിട്ട് ഒരു ബന്ധം കൈവരും. അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങനെ അറിയാത്ത രീതിയിൽ നടന്നു പോകും. പ്രയാസങ്ങളൊക്കെ അങ്ങനെ ദൂരീകരിക്കപ്പെട്ടു പോകും. സ്വലാത്ത് ചൊല്ലണം. ഒഴിവുള്ള സമയത്തൊക്കെ നാവിൽ ഇങ്ങനെ സ്വലാത്ത് പതിവാക്കുക. അപ്പൊ സ്വലാത്ത് പതിവാക്കുന്ന ആളുകൾ, ഞാൻ കഴിഞ്ഞ ദിവസം സുബ്ഹിക്ക് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ഒരാൾ ഇങ്ങനെ ഉറങ്ങിയിട്ട് രാത്രി ഉറക്കിൽ ഉണർന്നാൽ ദിക്ർ ചൊല്ലല് സുന്നത്താ, ദുആ ചെയ്ത ഉത്തരണ്ട്. അപ്പൊ നബിതങ്ങൾ അപ്പൊ ദിക്ർ ചൊല്ലാനാ പറഞ്ഞത്. ഈ മുല്ലഹാരി പറഞ്ഞത്, ഈ രാത്രിയിൽ ഉറക്കമുണർന്നാൽ എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടാവും. പലപ്പോഴും സംസാരിച്ചുകൊണ്ടാണ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ സംസാരിച്ച് ഉണരാന്ന. ആ സംസാരം ദിക്റാകട്ടെ. മഹാനവറുകൾ പറയാം, അത് എല്ലാവർക്കും നടക്കൂല. എപ്പോഴും നാവിൽ ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് അതാണ് വരും. ഇപ്പൊ സ്വലാത്ത് എപ്പോഴും ചൊല്ലുന്ന ആള് ഒരു ഫ്രീ കിട്ടിയ അയാള് ഓർമ്മൊന്നും വേണ്ട, നാമം വരും. അങ്ങനെ ഒഴിവുള്ള സമയത്തൊക്കെ സ്വലാത്ത് ചൊല്ലി നിമിതങ്ങളുമായിട്ടൊരു വലിയ ബന്ധം